IPL-ലെ രാജാക്കന്മാർ 5 വട്ടവും കപ്പുയർത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ പാതിവഴിയിൽ നിലയ്ക്കുമോ? അതോ CSK ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരുമോ? ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകളുടെ കൃത്യമായ കണക്കുകളുമായി ഇന്നത്തെ വീഡിയോ തുടങ്ങാം. എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL-ലെ ഏറ്റവും മികച്ച ടീം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും നിസ്സംശയം പറയുന്ന പേരാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റേത്. 5 തവണ കിരീടം നേടുകയും ഏറ്റവും കൂടുതൽ തവണ ഫൈനലിലെത്തുകയും ചെയ്ത ടീമാണ് ചെന്നൈ. എന്നാൽ ഈ സീസണിൽ ചെന്നൈ തട്ടിയും മുട്ടിയുമാണ് മുന്നോട്ടു പോകുന്നത്. 2026-ലെ IPL പോയിന്റ് പട്ടികയിൽ നിലവിൽ 6ാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 10 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങൾ നേടിയ CSK ശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പ്ലേ ഓഫിൽ സ്ഥാനം നേടുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 2022 മുതൽ IPL 10 ടീമുകളുടെ ഫോർമാറ്റാണ് കർശനമായി പിന്തുടർന്നുവരുന്നത്. അതിനുശേഷം പ്ലേ ഓഫിലെത്താൻ ചില ട്രെൻഡുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. 16 പോയിന്റുകൾ, അതായത് 8 വിജയങ്ങൾ ഒരു ടീമിന് ലഭിച്ചാൽ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പാക്കാൻ ഏതാണ്ട് കഴിയും. 14 പോയിന്റുകൾ അഥവാ 7 വിജയങ്ങളാണെങ്കിൽ ആദ്യ 4-ൽ ഇടം നേടാനുള്ള നേരിയ സാധ്യത അവശേഷിക്കും. എന്നിരുന്നാലും അത് റൺറേറ്റിനെയും മറ്റ് മത്സരഫലങ്ങൾ എങ്ങനെ പുറത്തുവരുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. 12 പോയിന്റുകൾ അല്ലെങ്കിൽ 6 വിജയങ്ങൾ മാത്രമാണെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. 12 പോയിന്റുള്ള ഒരു ടീം ഒരിക്കൽ മാത്രമേ പ്ലേ ഓഫിൽ മത്സരിച്ചിട്ടുള്ളൂ. 2019 IPL-ലെ SRH ആണത്. 10 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുള്ള CSKയ്ക്ക് ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 3 വിജയങ്ങൾ കൂടി ആവശ്യമാണ്. അവരുടെ നെറ്റ് റൺറേറ്റ് നിലവിൽ +0.151 ആണ്. താരതമ്യേന എളുപ്പമുള്ള ടീമുകളെയാണ് ഇനി നേരിടാനുള്ളത് എന്നതും ചെന്നൈക്ക് ആശ്വാസമാണ്. അതിൽ 2 തവണ LSG മുംബൈയും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും അവരുടെ അവസാന മത്സരം 1ാം സ്ഥാനത്തുള്ള SRH-നെതിരെയാണ്. പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നതിന് CSKയ്ക്ക് ശക്തമായ അവസരം ലഭിക്കണമെങ്കിൽ ശേഷിക്കുന്ന എല്ലാ ലീഗ് സ്റ്റേജ് മത്സരങ്ങളും വിജയിക്കുക എന്നതാണ് ഏറ്റവും നല്ല സാഹചര്യം. അങ്ങനെ വന്നാൽ അവർക്ക് 18 പോയിന്റ് ലഭിക്കും. ഇനിയുള്ള 3 വിജയിക്കുന്നതെങ്കിൽ 16 പോയിന്റുകൾ ലഭിക്കും. ഇത് സാധാരണയായി ഒരു ടീമിനെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നതിന് ശക്തമായ സ്ഥാനത്ത് എത്തിക്കുന്നു. എന്നിരുന്നാലും ഈ സീസണിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. CSKയ്ക്ക് മുകളിലുള്ള 5 ടീമുകളും 12 പോയിന്റിൽ കൂടുതൽ നേടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നെറ്റ് റൺറേറ്റ് അന്തിമ നില നിർണ്ണയിക്കുന്നതിൽ നിർണായക ഘടകമാകും. ഒന്നിലധികം ടീമുകൾ 16 പോയിന്റിൽ ഫിനിഷ് ചെയ്താൽ പ്ലേ ഓഫ് യോഗ്യത മാത്രമല്ല, ആദ്യ 2 സ്ഥാനങ്ങളിലും റൺറേറ്റ് സ്ഥാനം നിർണ്ണയിക്കും. 2 മത്സരങ്ങളിൽ മാത്രമാണ് ഇനി ചെന്നൈ ജയിക്കുന്നത് എങ്കിൽ 14 പോയിന്റുകളായിരിക്കും ലഭിക്കുക. അങ്ങനെ വന്നാൽ പ്ലേ ഓഫ് സാധ്യത ഏറെക്കുറെ അവസാനിക്കും. പ്ലേ ഓഫിലേക്കുള്ള മത്സരത്തിൽ തുടരണമെങ്കിൽ CSKയ്ക്ക് ശേഷിക്കുന്ന മത്സരങ്ങളിൽ 1-ൽ കൂടുതൽ തോൽവികൾ താങ്ങാനാവില്ല. നിലവിലെ സ്റ്റാൻഡിംഗിലെ ആദ്യ 5 ടീമുകൾ ഇതിനകം കുറഞ്ഞത് 12 പോയിന്റുകൾ നേടിയിട്ടുണ്ട് എന്നതാണ് ഇതിന് പ്രധാന കാരണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെന്നൈ ഈ പ്രതിസന്ധി മറികടന്ന് പ്ലേ ഓഫിലെത്തുമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.